നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ലക്ഷ്മീസ് പ്രേയേഴ്സ്. മുത്തശ്ശി കഥകളിലൂടെയാണ് നാം യക്ഷികളെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. പുരാതന കാലം മുതൽ നാം ആരാധിച്ചു വരുന്ന ഒരു മൂർത്തിയാണ് യക്ഷി. നമ്പൂതിരി മനകളിലും മറ്റു കുടുംബക്ഷേത്രങ്ങളിലും കാവുകളിലും പരദേവതയായും യക്ഷിയെ ആരാധിക്കുന്നു. അങ്ങനെ ഒരു സുന്ദരിയായ യക്ഷിയുടെ കഥ കേൾക്കാം. തെക്കൻ തിരുവിതാംകൂറിലെ കാഞ്ഞിരക്കോട് എന്ന സ്ഥലത്ത് മംഗലത്ത് എന്ന പദമംഗലം കുടുംബത്തിലാണ് ശ്രീദേവി അഥവാ ചിരുദേവി ജനിച്ചത്. അവർ രാമവർമ്മ രാജാവിന്റെ മകനും അനുരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ എതിരാളിയുമായ രാമൻ തമ്പിയുടെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു സുന്ദരിയായ സ്ത്രീയായിരുന്നു. ശ്രീദേവിക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ഗോവിന്ദൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അവിടെ കാര്യസ്ഥപണി ചെയ്തിരുന്ന ആളായിരുന്നു കുഞ്ഞിരാമൻ. ശ്രീദേവിയെയും സഹോദരനെയും പല്ലക്കിൽ ചുമക്കുന്നതും കുഞ്ഞിരാമനായിരുന്നു. ശ്രീദേവിക്ക് കുഞ്ഞിരാമനോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ കുഞ്ഞിരാമൻ അത് എതിർത്തിരുന്നു. ആ കാലത്ത് കുഞ്ഞിരാമൻ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നു. കുഞ്ഞിരാമന് തന്നോടുള്ള പ്രണയപരമായ നിസ്സംഗതയിൽ നിരാശ തോന്നിയ ചിരുദേവി കുഞ്ഞിരാമന്റെ ഭാര്യയെ കൊല്ലാനായി ഏർപ്പാട് ചെയ്തു. കുഞ്ഞിരാമന്റെ ഭാര്യ മരിച്ചത് അനുജത്തി കാരണമാണെന്ന് കണ്ടെത്തിയ ഗോവിന്ദൻ അത് കുഞ്ഞിരാമനോട് പറയുന്നു. അങ്ങനെ ശ്രീദേവിയോട് സ്നേഹം നടിച്ച് അവളുടെ മുറിയിൽ വെച്ച് തന്നെ കുഞ്ഞിരാമൻ അവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ചിരുദേവി കാഞ്ഞിരോട്ടിൽ ഒരു ദമ്പതികൾക്ക് യക്ഷിയായി പുനർജനിച്ചു. ജനിച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഒരു സുന്ദരിയായ സ്ത്രീയായി അവൾ രൂപപ്പെട്ടു. ഒരു യക്ഷി എന്ന നിലയിൽ അവർ പുരുഷന്മാരെ വശീകരിക്കാനും ഭയപ്പെടുത്താനും അവരുടെ രക്തം കുടിക്കാനും തുടങ്ങി. കുഞ്ഞിരാമനെയും ഉപദ്രവിക്കാൻ തുടങ്ങി. കുഞ്ഞിരാമൻ ഗോവിന്ദനോട് സഹോദരി രക്തയക്ഷിയായി മാറിയെന്നും തന്നെ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചു. മഹാമാന്ത്രികനായിരുന്ന ഗോവിന്ദൻ സഹോദരിയെ ആവാഹിച്ച് വരുത്തി ഒരു കരാറിൽ ഏർപ്പെടുത്തി. കരാർ ഇപ്രകാരമായിരുന്നു: മനുഷ്യ സ്ത്രീയെ പോലെ അവർക്ക് 1 വർഷം കുഞ്ഞിരാമനോടൊത്ത് സഹവസിക്കാം. അതിനുശേഷം നരസിംഹമൂർത്തിയുടെ ഭക്തയായി ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെടാൻ അവർ സമ്മതിക്കണം. ഈ ജന്മത്തിലും തുടർന്നുള്ള ജന്മങ്ങളിലും ഗോവിന്ദനും കുഞ്ഞിരാമനുമായുള്ള സുഹൃത്ബന്ധം നിലനിൽക്കാനായി അവൾ പ്രാർത്ഥിക്കണം എന്നതായിരുന്നു കരാർ. യക്ഷി പൊന്നിൻ വിളക്ക് എന്ന സമ്മതത്തോടെ അഗ്നി തൊട്ട് സത്യം ചെയ്തു. അങ്ങനെ 1 വർഷത്തിന് ശേഷം കാഞ്ഞിരക്കോട് വല്യ വീടിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ക്ഷേത്രത്തിൽ യക്ഷി പ്രതിഷ്ഠിക്കപ്പെട്ടു. വല്യ വീട്ടിലെ അംഗങ്ങൾ യക്ഷിയെ ആരാധിച്ചു വന്നു. മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിലും മറ്റ് എല്ലാ മാസങ്ങളിലെ ആദ്യ വെള്ളിയാഴ്ചകളിലും ഭക്തർ യക്ഷിയമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ഷേത്രം നശിച്ചു. സ്വതന്ത്രയായ യക്ഷി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹമൂർത്തിയെ ശരണം പ്രാപിച്ചു. കാഞ്ഞിരോട്ട് യക്ഷിയമ്മ ഇപ്പോഴും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 2ാമത്തെ നിലവറയിൽ, അതായത് ബി നിലവറയിൽ നരസിംഹമൂർത്തിയെ ഉപാസിച്ച് കഴിയുന്നു എന്നാണ് വിശ്വാസം. ഈ യക്ഷിയുടെ മോഹനവും രൗദ്രവുമായ രൂപങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നമുക്ക് കാണാനായി സാധിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.